നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേൽ ഒരു രാത്രിയിൽ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ താൻ ദർശനം കാണുകയാണ്. 4 ദർശനങ്ങളാണ് 7-ാം അധ്യായത്തിൽ താൻ കാണുന്നത്. അതിൽ ആദ്യത്തെ 2 ദർശനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ പഠിക്കാനായിട്ടിടയായത്. ആദ്യത്തെ ദർശനം ആദ്യത്തെ 3 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനം. അത് നമുക്കറിയാം, ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക് സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം. പിന്നീട് രണ്ടാമത്തെ ദർശനം അത് 4-ാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ കുറിച്ച്, കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യം, അതുപോലെ ഇനി വരാനുള്ളതായിരിക്കുന്ന റോമൻ സാമ്രാജ്യം. ആ റോമൻ സാമ്രാജ്യത്തിന്റെ വരാനുള്ള റോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന 10 രാജ്യങ്ങൾ അഥവാ 10 സംഘടനകൾ, 10 ദശരാഷ്ട്ര സംഘടനകൾ, റോമൻ സാമ്രാജ്യത്തിൽ വരാനുള്ളതായിരിക്കുന്ന 10 സംഘടനകൾ. അതിന്റെ മധ്യേ ഉദിച്ചു വരുന്നതായിരിക്കുന്ന, വളർന്നു വരുന്നതായിരിക്കുന്ന ചെറിയ കൊമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അന്തിക്രിസ്തുവിനെയാണ് ഓർപ്പിക്കുന്നത്. അന്തിക്രിസ്തു വരേണ്ടത് പഴയ റോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന ഏതെങ്കിലും രാജ്യത്തിൽ നിന്നാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നം 2-ാം അധ്യായത്തിൽ, ആ സ്വപ്നത്തിൽ നമുക്കറിയാം, ആ സ്വപ്നത്തിലെ ആ ബിംബം അങ്ങനെ നിലനിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ കാൽപാദം, അവിടെ പകുതി കളിമണ്ണ്, പകുതി ഇരുമ്പ് കൊണ്ടുള്ളതായിരിക്കുന്ന കാൽപാദം, ഇരുമ്പ് കൊണ്ടുള്ളതായിരിക്കുന്ന പാദം, അത് റോമൻ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ വരുവാനുള്ള റോമൻ സാമ്രാജ്യം അത് പകുതി കളിമണ്ണും പകുതി ഇരുമ്പും. അത് വാസ്തവത്തിൽ അതുകൊണ്ട് അന്തിക്രിസ്തു വരേണ്ടത് റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. റോമൻ സാമ്രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആ നാളുകൾ ഉണ്ടായിരുന്നതായ റോമൻ സാമ്രാജ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്നായിരിക്കണം വരേണ്ടത്. നമ്മൾ ഇന്ന് 3-ാമത്തെ വിഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 3-ാമത്തെ വിഷൻ, 3rd വിഷൻ. ഈ 3-ാമത്തെ വിഷൻ നമുക്കറിയാം, അവിടെ 7-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് 3-ാമത്തെ വിഷൻ. അവിടെ വയോധികനായ ഒരുവനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് ആ വയോധികന് വേണ്ടി ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര്, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. നമ്മൾ ആ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. 13-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ, അവിടെ മനുഷ്യപുത്രൻ സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു, അവൻ വയോധികന്റെ അടുക്കൽ വന്നു എന്ന് രേഖപ്പെടുത്തി 13-ാം വാക്യത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, വയോധികൻ ആകാശമേഘങ്ങളോട് വരുന്നവനായ വ്യക്തിയല്ല, താൻ വയോധികന്റെ അടുക്കലാണ് വന്നത്. അതുകൊണ്ട് വയോധികൻ പിതാവായ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. അപ്പൊ അവിടെ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് പിതാവായ ദൈവം താൻ തന്നെയാണ്. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ത്രോൺസ് എന്നാണ് കാണുന്നത്, ഇവിടെ മലയാളത്തിൽ ന്യായാസനം എന്ന് കാണുന്നു. ത്രോൺസ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്നു എന്ന് വന്നാലും അത് ഒരു ന്യായാസനമാണ്. വളരെ പ്രത്യേകമായിരിക്കുന്ന, ദൈവവചനത്തിൽ വേറെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം നമ്മൾ മനസ്സിലാക്കാനായിട്ട്, ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് വാസ്തവത്തിൽ ഈ അധ്യായത്തിലെ ഈ ദർശനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ദർശനമാണ്. നമ്മൾ വാസ്തവത്തിൽ നോക്കിയാൽ 7-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഭാവിയുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയതായിരിക്കുന്ന അധ്യായമാണ് 7-ാം അധ്യായം. അതുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ടും തീർത്തു പോകാനായിട്ട് നമുക്ക് സാധിക്കാത്തത്. കാരണം വളരെ വിദൂരമായിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തി. നമ്മൾ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടു, 1-ാം വാക്യത്തിൽ താൻ സ്വപ്നം കണ്ടു, ദർശനം കണ്ടു, പക്ഷെ അതിന്റെ സാരമാണ് എഴുതിയത്. എന്ന് വെച്ചാൽ താൻ കണ്ട ദർശനത്തിന്റെ ഒരു സമ്മറി മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ദാനിയേൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രവാചകന്മാരെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ നമുക്ക് വേണമെങ്കിൽ മോശയാണെന്ന് പറയാം. മോശയാണ് ഏറ്റവും പ്രവാചകൻ. അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ മോശയാണ്. അതെന്തുകൊണ്ടാണ് മോശ പ്രധാനപ്പെട്ട പ്രവാചകൻ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ദൈവത്തെ
ദൈവത്തിന്റെ തേജസ് കണ്ടവൻ ആണ് മോശ. ദൈവത്തിന്റെ തേജസ് കണ്ടു, ദൈവത്തോട് സംസാരിച്ചവനാണ് മോശ. അങ്ങനെയുള്ള പ്രവാചകന്മാർ അധികമില്ല അല്ലേ? ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തിന്റെ തേജസ് കണ്ടവൻ. അതുമാത്രമല്ല, കഴിഞ്ഞ ദൈവത്തിന്റെ ക്രിയേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോ ദൈവം വളരെ ദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നമുക്ക് വേണേൽ പറയാം, മോശയാണ് ഏറ്റവും പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തി. പിന്നെ നോക്കിയാൽ എന്റെ നോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ എന്ന് പറയുന്നത് യെശയ്യാവ്. എന്തുകൊണ്ടാണ് യെശയ്യാവ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, യെശയ്യാവാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ തേജസ് താൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ വേദപുസ്തകത്തിൽ പ്രവചനത്തിൽ ഏറ്റവും ദീർഘമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകം 21-22 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ച് പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത് യെശയ്യാവാണ്. അപ്പോ യെശയ്യാവിന് ലഭിച്ചതായിരിക്കുന്ന ദർശനം എന്ന് പറയുന്നത് വളരെ ദീർഘമായ ദർശനം. അത്രയും ദർശനം മറ്റാർക്കും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ യെശയ്യാവിനാണ് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന സുവിശേഷം എന്ന് പറയാൻ അത്രയധികം കൃത്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതും യെശയ്യാവിന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, യെശയ്യാവാണ് മോശ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും പ്രവാചകൻ. പിന്നെ നോക്കിയാൽ എന്റെ നോട്ടത്തിൽ പിന്നുള്ള പ്രവാചകന്മാരിൽ ശ്രേഷ്ഠ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരുവനാണ് തീർച്ചയായിട്ടും ദാനിയേൽ. കാര്യം ദാനിയേലിന്റെ പ്രവചനം അത് 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിൽ അത് അവസാനിക്കുന്നു എന്ന് വന്നാലും, അഥവാ ദാനിയേലിന്റെ പ്രവചനം അത് പീഡനകാലത്തിന്റെ അവസാനത്തോടുകൂടി ആ പ്രവചനം അവസാനിക്കുന്നു എന്ന് വന്നാലും വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കുന്ന പ്രവചനമാണ് ദാനിയേൽ പ്രവചനം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദാനിയേൽ പ്രവാചകനെ അതിശ്രേഷ്ഠ പ്രവാചകന്മാരിൽ ഒരുവനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് കഴിയും. 7-ാം അധ്യായം, അതുപോലെ ഇനി പഠിക്കാനുള്ളതായിരിക്കും 9-ാം അധ്യായം ഒക്കെ അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന അധ്യായങ്ങളാണ്. ഈ സിംഹാസനം അഥവാ ഈ ന്യായാസനം അത് വെക്കുന്നത് ട്രിബുലേഷൻ അഥവാ പീഡനകാലത്തോടുള്ള ബന്ധത്തില. പീഡനകാലം ഒരർത്ഥത്തിൽ പീഡനകാലത്തിന്റെ അവസാനമാണ് എന്ന് ചിന്തിക്കുന്നതിൽ പ്രയാസമില്ല. പീഡനകാലത്തിന്റെ ഏതാണ്ട് അവസാനത്തോടു കൂടിയാണ് ഈ ഈ ത്രോൺ അഥവാ ഈ സിംഹാസനം വെക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നു അനേക ന്യായാസനം. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ താഴെയുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരുന്നാലും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യം നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു. അതാണ് 3-ാമത്തെ ദർശനം. 9 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. അവിടെ അനേക ന്യായാസനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. 9-ാം വാക്യത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. അവിടെ വയോധികനായിരിക്കുന്ന ഒരുത്തനിരുന്നു. ഇതാരാണ് ഈ ന്യായാസനങ്ങൾ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ന്യായാസനം വെക്കുന്നത് മഹാപീഡന കാലത്തുള്ള ബന്ധത്തിലാണ്. അപ്പൊ മഹാപീഡന കാലത്ത് നമുക്കറിയാം ദൈവത്തിന്റെ സിംഹാസനത്തെ ചുറ്റുമിരിക്കുന്ന 24 മൂപ്പന്മാരാ. ആ അർത്ഥത്തിൽ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയും വാസ്തവത്തിൽ ഈ ന്യായാസനത്തിൽ ഇരിക്കുന്നത് ഈ സഭയെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഇനി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 24 മൂപ്പന്മാർ ആയിരിക്കാം എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കിങ് ജെയിംസ് വേർഷൻ നോക്കുമ്പോൾ ഐ ബിഹെൽഡ് ടിൽ ദ ത്രോൺസ് വെർ കാസ്റ്റ് ഡൗൺ എന്നാ കാണിക്കുന്ന, പക്ഷേ അത് മലയാളത്തിൽ പ്ലേസ്ഡ് വെച്ചു അതാണ് കുറച്ചുകൂടെ ശരി. മലയാളമാണ് കുറച്ചുകൂടെ ശരി എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എവിടെയാണ് ഈ ന്യായാസനം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, അഥവാ ന്യായാസനങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ, വയോധികനായിരിക്കുന്ന അഥവാ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് ആണ് അവിടെ ആ ന്യായാസനത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് സ്വർഗത്തിലാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിലാണ് ഈ ന്യായാസനം വെക്കുന്നത്.
ഇനി ഞാൻ അത് എന്തുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, YS സാറിന്റെ ഒരു പുസ്തകമുണ്ട്, ദൈവിക ന്യായാസനങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ചിലരൊക്കെ എങ്കിലും വായിച്ചിട്ടുണ്ടോ? ദൈവിക ന്യായാസനങ്ങൾ എന്നൊരു പുസ്തകം, അത് ഇന്റർനെറ്റിൽ കിട്ടും. ആ പുസ്തകത്തില് വീണ്ടെടുപ്പ് ഡിക്രിക്കായിട്ടുള്ള സിംഹാസനം എന്നാണ് ഈ സിംഹാസനത്തിന് താൻ കൊടുത്തിരിക്കുന്ന പേര്, വീണ്ടെടുപ്പ് ഡിക്രിക്കായിട്ടുള്ള സിംഹാസനം. അദ്ദേഹം ഒരു പ്രത്യേക കാര്യം ആ പുസ്തകത്തിൽ, ആ YS സാറിന്റെ ദൈവിക ന്യായാസനങ്ങൾ എന്ന പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ അത് വളരെ ചിന്തനീയമായിരിക്കുന്ന, നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നാം വാസ്തവത്തിൽ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കുന്ന ഒരു സാറ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാം കുഞ്ഞു പിള്ളേർക്കും അറിയാൻ തോന്നല്ലോ. YS സാറിനെ അറിയാത്തവരായാലും ഉണ്ടോ? ഉണ്ടോ? YS സാറിനെ യുവ എല്ലാവർക്കും അറിയാല്ലേ? അറിയാമോ? അറിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കേരളക്കരയിൽ പ്രവചന പണ്ഡിതൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു YS സാറ്. വളരെ ആറാമട പ്രവചന പ്രദീപികയുടെ പത്രാധിപരായിരുന്നു. വളരെ അനേക പ്രവചന പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇനിയും സാർ പറയുന്നതായിരിക്കുന്ന കാര്യം, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നാം കാണുന്നതായിരിക്കുന്ന ദൈവിക ഈ ന്യായാസനം, ഈ വയോധികന ന്യായാസനവും, അതുപോലെ വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കുന്ന ന്യായാസനവും, അഥവാ അവിടെ കാണുന്നതും ഒന്ന് തന്നെയാണ് എന്നാണ് സാറ് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളിവിടെ കാണുന്നതായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കാണുന്ന ന്യായാസനവും, വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്ന ന്യായാസനവും, അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കും ന്യായാസനം, അത് പീഡനകാലത്തിന്റെ അവസാനം വരെ അത് നിലനിൽക്കും എന്ന. സാധാരണഗതി നമ്മൾ ആ ന്യായാസനത്തെ കുറിച്ച് പലരും വിചാരിച്ചിരിക്കുന്നത്, അത് നമ്മൾ 4-ഉം 5-ഉം കാണുന്നതായിരിക്കും സിംഹാസനം, അത് ഒരു ആരാധനാ വേളയായിട്ടാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം, ഈ 4-ഉം 5-ഉം വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കുന്നത് തീർച്ചയായിട്ടും ആരാധന തന്നെയാണ്. പക്ഷെ അത് ഇന്ന് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയല്ല. പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പലരും ഈ ആരാധന യോഗത്തിനൊക്കെ അത് പറയുന്നത് നല്ലതാണ്, കുഴപ്പമില്ല കേട്ടോ, അത് നല്ലത് തന്നെയാണ്. നമുക്ക് ആരാധന യോഗത്തിൽ പറയാൻ പറ്റിയതായിരിക്കുന്ന ഒരു ആരാധന രീതിയാണ് അവിടെയുള്ളത്. അങ്ങനെ ആരാധിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ അത് ആണ് വാസ്തവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കുന്ന ആരാധന, അത് ഇന്ന് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങളിൽ അവിടെ ആ സിംഹാസനത്തിന്റെ ചുറ്റും 24 മൂപ്പന്മാർ ഇരിപ്പുണ്ടല്ലേ? 24 മൂപ്പന്മാരുണ്ട്. 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പീഡനകാലത്തിനോട് അവസാനമേ നാം വിശ്വസിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, സഭയുടെ ഉൾപ്രാവണത്തോടുള്ള ബന്ധത്തിൽ സഭ മാത്രമേ ഉൾപ്രാവണം ചെയ്യത്തുള്ളൂ. സഭ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ ഉൾപ്രാവണം ചെയ്യത്തുള്ളൂ. അപ്പോൾ പീഡനകാലത്തിൽ വാസ്തവത്തിൽ അവിടെ സഭ മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. പലരും വളരെ സിമ്പിളായിട്ട് പറയും, അവിടെ കാണുന്ന 24 സിംഹാസനം, 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരും, അല്ലെ 12 പേരെന്ന് പറയും. പക്ഷെ വാസ്തവത്തിൽ അത് ശരിയല്ല, അങ്ങനെ വിചാരിക്കാൻ സാധ്യതയില്ല. 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് സഭയെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികളാണ്. 24 എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ സമയം പോവും. വാസ്തവത്തിൽ നമ്മുടെ ചാർലിച്ചാൻ ഇവിടെ വന്നപ്പോൾ ഒരു ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ, എന്തുകൊണ്ടാണ് 24 സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ അത് സഭയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് താൻ വളരെ വിശദമായിട്ട് പറയാനായിട്ട് ഇടയായി. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഇനി സമയം കിട്ടുമ്പോൾ അത് നമുക്ക് കൂടുതൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഏതായിരുന്നാലും 24 മൂപ്പന്മാർ, അവിടെ കാണുന്ന 24 മൂപ്പന്മാർ അവർ സഭയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇന്നുള്ളതായിരിക്കുന്ന ആരാധനയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നുള്ള ആരാധനയല്ല നമ്മൾ സ്വർഗത്തിൽ കാണുന്നതായിരിക്കും 4-ഉം 5-ഉം അധ്യായങ്ങളിൽ. അത് വാസ്തവത്തിൽ ഒരു ആരാധനയാണ് എന്ന് വന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ന്യായാസനമാണ്, ഒരു ദൈവിക ന്യായാസനമാണ് നമ്മൾ 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നത്. ഈ ലോകത്തെ ജഡ്ജ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു ന്യായാസനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് ലോകത്തെ ജഡ്ജ് ചെയ്യാനുള്ളതായിരിക്കുന്ന അവകാശം ലഭിക്കുന്ന ഒരു ന്യായാസനമാണ് നമുക്ക് 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം
നമ്മൾ പറഞ്ഞു വന്നത് വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിലെ സിംഹാസനം അത് അവസാനം വരെ ഉണ്ടാവും എന്ന് എസെക്കിയേൽ സാറ് തെളിയിക്കാനായിട്ട് കുറെ വാക്യങ്ങൾ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 8-ാം അധ്യായം നമ്മൾ വാസ്തവത്തിൽ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്ന കണ്ടു. അവിടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവസന്നിധിയിൽ. ഇനിയും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. എന്നിട്ട് അവിടെ നമുക്കറിയാം പിന്നീട് 7 കാഹളം ദൂതന്മാർ 7 കാഹളം ഊതുവാനായിട്ട് ഒരുങ്ങി നിന്നു എന്ന് കാണുന്നുണ്ട്. അവിടെ വാസ്തവത്തിൽ 8-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോ ദൈവം അവരെ ന്യായം വിധിക്കുന്നതാണ് 8-ാം അധ്യായത്തിന് 3 മുതൽ 5 വരെ. 9-ാം അധ്യായത്തിന് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നമ്മൾ ദൈവസന്നിധിയെ കാണുന്ന 9-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ. 6-ാമത്തെ ദൂതനൂതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്. അവിടെയും വീണ്ടും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. അവിടെ ദൈവസന്നിധിയെ കുറിച്ച് പറയുമ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു. അപ്പം ഈ 11-ാം അധ്യായം വാസ്തവത്തിൽ പീഡനകാലത്തിന്റെ മധ്യേ സംഭവിക്കുന്ന വിഷയമാണ്. പീഡനകാലത്തിന്റെ മധ്യേ നമ്മൾ കണ്ട 4ഉം 5ഉം അധ്യായങ്ങൾ അത് പീഡനകാലത്തിന്റെ ആരംഭത്തിൽ സംഭവിക്കുന്നതാണ്. പീഡനകാലത്തിന്റെ മധ്യയാണ് 11-ാം അധ്യായം സംഭവിക്കുന്നത്. 11-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് 11-ാം അധ്യായത്തിൽ അവിടെ 24 മൂപ്പന്മാർ സിംഹാസനത്തിന്റെ ചുറ്റും അഥവാ അവിടെ സിംഹാസനങ്ങൾ ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇനി 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അപ്പോൾ 4 ജീവികൾ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു. അവിടെ അപ്പോൾ 4 ജീവികൾ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം. അത് വിട്. 19-ാം അധ്യായത്തിൽ വീണ്ടും 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, അവിടെ വീണ്ടും നമുക്ക് 24 മൂപ്പന്മാരെ കാണാനായിട്ട് സാധിക്കും. അവര് വീണ്ടും സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം നോക്കിയാൽ വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന സിംഹാസനം അത് നമുക്ക് 19-ാം അധ്യായം നമുക്കറിയാം അത് പീഡനകാലത്തിന്റെ ഏറ്റവും അവസാനമാണ്. അപ്പം 11-ാം അധ്യായം പീഡനകാലത്തിന്റെ മധ്യത്തിലാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഇതേ സിംഹാസനം തന്നെ നമുക്ക് അവസാനം വരെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എസെക്കിയേൽ സാർ തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് 4ഉം 5ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കും സിംഹാസനം അത് അവസാനം വരെ നിലനിൽക്കുന്നതായിരിക്കുന്ന അഥവാ പീഡനകാലത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നതായിരിക്കുന്ന സിംഹാസനമാണ് എന്ന് താൻ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ഒരു ക്വസ്റ്റ്യൻ തോന്നും, എന്തുകൊണ്ടാണ് ഈ 4ഉം 5ഉം അധ്യായത്തിൽ കാണുന്നതായ സിംഹാസനവും ദാനിയേൽ പ്രവചനം നമ്മൾ കാണുന്ന സിംഹാസനം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ അറിയാമോ? ദൈവം തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും എല്ലാ സമയത്തും ഒരുപോലെയല്ല കാണിച്ചു കൊടുക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കർത്താവിനെ കാണുന്നത് എങ്ങനെ? വളരെ 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 7 നിലവിളക്കുകളുടെ മധ്യേ നടക്കുന്നവനായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന ദൈവമായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നത്. അതേ യോഹന്നാൻ തന്നെ 5-ാം അധ്യായത്തിൽ കർത്താവിനെ കാണുന്നത് എങ്ങനെയാ? അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാ കാണുന്നല്ലേ? അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാ കാണുന്നത്. അപ്പോ എങ്ങനെയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ദൈവത്തെ ഇവർ കണ്ടത്, അല്ലെ അഥവാ ദൈവത്തെ അവർക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ദൈവം അങ്ങനെ തന്നെയാണ് എപ്പോഴും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാത് സ്ഥാനത്ത് അതാത് രീതിയിൽ എങ്ങനെ ദൈവം തന്നെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നോ അതുപോലെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ വയോധികൻ ഇരിക്കുന്നതായിരിക്കുന്ന ആ രംഗവും വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങൾ കാണുന്നതായ രംഗവും അത് രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത് എന്ന് വന്നാലും, യോഹന്നാന് പ്രദർശിപ്പിച്ചതും ദാനിയേൽ കണ്ടതും 2 രീതിയിലാണ് എന്ന് വന്നാലും, അത് ഒരു
ഒരു സംഭവം തന്നെയാണ്, അഥവാ ഒരു സിംഹാസനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന, അനുമാനിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു വളരെയധികം കറക്റ്റ് ഉണ്ട്. കാര്യം ഇത് രണ്ടും സംഭവിക്കും നമുക്കറിയാം. അത് പീഡനകാലത്തിലാണ്. ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നതായിരിക്കുന്ന സിംഹാസനം പീഡനകാലത്തിലെ അവസാനത്തോടുകൂടി സംഭവിക്കേണ്ടതായിരിക്കുന്ന, അഥവാ വെക്കേണ്ടതായിരിക്കുന്ന ഒരു സിംഹാസനമാണ്. അപ്പൊ നമ്മൾ എസെക്കിയേൽ സാറ് നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന വിഷയം, അത് എനിക്ക് തോന്നുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കുന്ന വിഷയം തന്നെയാണ്. കാര്യം 4ഉം 5ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കുന്ന സിംഹാസനം, അത് നമ്മൾ നോക്കിയാൽ 11-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അത് തന്നെ കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ന്യായമായി നമുക്ക് അനുമാനിക്കാം ആ സിംഹാസനം അത് പീഡനകാലം മുഴുവൻ നിലനിൽക്കുന്ന സിംഹാസനമാണ് എന്ന് മാത്രമല്ല, ആ സിംഹാസനമാണ് ദാനിയേൽ കാണുന്നതായിരിക്കുന്ന, ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന സിംഹാസനവും. അത് നമ്മൾ ഓർത്തതുപോലെ ഇങ്ങനെ ഒരു ന്യായവിധി വാസ്തവത്തിൽ തിരുവചനത്തിൽ വേറെ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പല കാര്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത്. ഇനി ഈ സിംഹാസനം എന്തുകൊണ്ടാണ് വെച്ചത്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, 11-ാം വാക്യത്തിൽ, അവിടെ 11-ാം വാക്യത്തിൽ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ന്യായാസനത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരുവാനിരിക്കുന്നതായിരിക്കുന്ന മൃഗം അഥവാ റോമൻ സാമ്രാജ്യത്തെ സമ്പൂർണമായിട്ട് നശിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഡിക്രി, അഥവാ ആ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഈ വരുവാനുള്ളതായിരിക്കുന്ന ഈ സിംഹാസനത്തിൽ വരുവാനിരിക്കുന്നതായിരിക്കുന്ന ഈ സാമ്രാജ്യത്തിൽ ആ മൃഗത്തിന് 10 കൊമ്പുണ്ട്. ആ 10 കൊമ്പുകളുടെ മധ്യേ ആണ് വാസ്തവത്തിൽ നമ്മൾ ആ ചെറിയ കൊമ്പ് പൊങ്ങി വന്നത്, അല്ലേ? അപ്പൊ ചെറിയ കൊമ്പ് എന്ന് പറയുന്ന അന്തിക്രിസ്തു വരുന്നത് ആ 10 കൊമ്പിന്റെ മധ്യേ നിന്നാണ്. അഥവാ 10 കൊമ്പിൽ നിന്ന് താൻ വന്നപ്പോ 3 കൊമ്പ് പോയി. ഇപ്പം 7+1 8 കൊമ്പ് നമുക്ക് കാണാൻ കഴിയും. അതാണ് വാസ്തവത്തിൽ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഡിക്രി ആണ് ഈ സിംഹാസനത്തിൽ. അത് ഒന്ന്. രണ്ടാമത്, അന്തിക്രിസ്തുവിന്റെ ന്യായവിധി. ആ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കള്ളപ്രവാചകന്റെയും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിനു ശേഷം നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ അവിടെ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകൻ ജീവനോടെ കത്തുന്ന തീപ്പൊയ്കയിൽ ഇട്ട് കളഞ്ഞു, തീപ്പൊയ്ക എന്നല്ലേ അവിടെ രേഖപ്പെടുത്തിയ, തീപ്പൊയ്കയിൽ ഇട്ട് കളഞ്ഞു എന്ന് നമ്മൾ 19-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു എന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് ജീവനോടെ തള്ളിക്കളയാനായിട്ട് കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അവരെ ന്യായം വിധിക്കാനായിട്ടാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നാം കണ്ടതായിരിക്കുന്ന ഈ സിംഹാസനം. അപ്പൊ ഈ സിംഹാസനം 2 ആവശ്യമാണ് നമ്മൾ കണ്ട. ഒന്ന്, ഈ റോമൻ സാമ്രാജ്യത്തെ എന്ന് വെച്ചാൽ 10 സാമ്രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ആ സാമ്രാജ്യത്തെയും ആ സാമ്രാജ്യത്തോട് ബന്ധിച്ചുള്ളതായിരിക്കുന്ന 10 കൊമ്പുകളും അതുപോലെ തന്നെ ചെറിയ കൊമ്പും അതൊക്കെ നശിപ്പിക്കുക എന്ന് മാത്രമല്ല, കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും അവരെ ന്യായം വിധിക്കുക. അപ്പൊ നമ്മളൊരു കാര്യം ഒരുപക്ഷെ ഞാൻ ഇനിയും എഴുതിയിട്ടുണ്ടാവും. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ഈ അന്തിക്രിസ്തുവിനെ ആണെങ്കിൽ പോലും ദൈവം തമ്പുരാൻ ന്യായം വിധിക്കാതെ വിടത്തില്ല കേട്ടോ. നമ്മുടെ നോട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അയ്യോ അവനെ ന്യായം വിധിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്കറിയാം ഈ പാർട്ടിക്ക് ഇത് തന്നെ യോഗ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് 100% അല്ലേ, നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ നിശ്ചയിക്കും. പക്ഷെ ദൈവം തമ്പുരാൻ അങ്ങനെയല്ല കേട്ടോ. ദൈവം തമ്പുരാൻ നമ്മൾ ഈ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ശരിയായ ഒരു ന്യായവിധി അവിടെ നടത്തുന്നത് കാണാനായിട്ട് കഴിയും. ഇനി അന്തിക്രിസ്തുവിനെ ആണേ പോലും കള്ളപ്രവാചകനെ ആണേ പോലും ദൈവം തമ്പുരാൻ ശരിയായ ഒരു വിധത്തിൽ ന്യായം വിധിച്ചിട്ട് നരകത്തിലേക്ക് വിടുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അത് നമുക്ക് 14-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. ഈ സിംഹാസനത്തിന്റെ 3-ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നുള്ളതാണ്. അതിനുള്ളതായിരിക്കുന്ന അവകാശം, അതിനുള്ളതായിരിക്കുന്ന അധികാരം അത് വയോധികനിൽ നിന്ന് വാങ്ങുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വേറെ അല്ലേ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ പീഡനകാലത്തിന്റെ അവസാനം സംഭവിക്കുന്നതിനാണ് നമ്മൾ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അതിനുള്ളതായിരിക്കുന്ന അവകാശം
കർത്താവ് നേടിയെടുക്കുന്ന വയോധികന്റെ അടുക്കൽ നിന്ന്, പിതാവിന്റെ അടുക്കൽ നിന്ന് നേടിയെടുക്കുന്നത് ഈ സിംഹാസനത്തോടുള്ള ബന്ധത്തിലാണ്. ഇനി നാലാമത് കർത്താവായ യേശു ക്രിസ്തുവിന് രാജ്യത്ത് നൽകുക എന്നുള്ളതാണ്. ഹി വിൽ ബി മെയ്ഡ് ആസ് ദ കിങ്. ക്രൈസ്റ്റ് വിൽ ബി മെയ്ഡ് ആസ് ദ കിങ്. അപ്പൊ ഈ ന്യായാസനത്തിന്റെ 4 പ്രധാനപ്പെട്ടതായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഓഫ് ദി ഫോർത്ത് ബീസ്റ്റ് എന്ന് പറയുന്ന ഫോർത്ത് ബീസ്റ്റ് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കഴിഞ്ഞു പോയതായിരിക്കും റോമൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കാൻ തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാൽകൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതായിരിക്കുന്ന പഴയ സാമ്രാജ്യം. അതിനുശേഷം അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇനി വരുവാനിരിക്കുന്നതായിരിക്കുന്ന ഇതേ റോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന ദശരാഷ്ട്ര സംഘടനകൾ അഥവാ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യത്തിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്. ഇനി ഞാൻ ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ രാജ്യങ്ങളെ കത്തിച്ചു കളയും എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധ്യതയില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രസക്തി നഷ്ടപ്പെടുത്തും. കാര്യം റോമൻ സാമ്രാജ്യത്തിന്റെ നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ന്യായവിധിയില് അന്തിക്രിസ്തുവിനും പ്രവാചകനെയും നരകത്തിൽ തള്ളിയിടും എന്ന് വിചാരിച്ചു ബാക്കിയുള്ള എല്ലാവരെയും അവിടെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ 10 രാഷ്ട്രങ്ങളെ നശിപ്പിച്ചു കളയും എന്ന് വെച്ചാൽ അതിന്റെ പ്രസക്തി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും, സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോഴാണ്. അതിനുള്ളതായിരിക്കുന്ന ആ ഡിക്രി, സമ്പൂർണ്ണമായിട്ട് തകർക്കുന്നതായിരിക്കുന്ന ഡിക്രി, അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ അന്തിക്രിസ്തുവിന്റെ ന്യായവിധി, മൃഗത്തെ കൊന്നു. അതുപോലെ അന്തിക്രിസ്തു ന്യായവിധി, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, അതിനുള്ള അവകാശം. അപ്പൊ നമ്മൾ വിചാരിച്ച കർത്താവ് മഹത്വ പ്രത്യക്ഷത വരുമ്പോൾ താനിങ്ങ് വരിക എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അതിനും പിതാവിന്റെ അനുവാദം മേടിച്ചിട്ടേ വരത്തുള്ളൂ. അല്ലാതെ കർത്താവ് ഇങ്ങ് വരികയല്ല. കർത്താവ് പിതാവിന്റെ അടുക്കിലേക്ക്, വയോധികന്റെ അടുക്കൽ ചെന്ന് അതിനുള്ളതായിരിക്കുന്ന അനുവാദമൊക്കെ മേടിച്ച് താൻ രാജാവാക്കി, അഥവാ രാജാവായിട്ട് ആണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇനി ഈ വയോധികനെ കുറിച്ചുള്ളതായിരിക്കുന്ന ചില വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 9ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. 9ാമത്തെ വാക്യം, വയോധികനായ ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത് എന്ന് വെച്ചാൽ കളങ്കരഹിതമായിരിക്കുന്ന നീതിയുക്തമായിരിക്കുന്ന നടപടിക്രമങ്ങൾ. ദാനിയേലിന് ദൈവം തന്നെ കാണിച്ചു കൊടുത്തപ്പോ, ഈ വയോധികനെ കാണിച്ചു കൊടുത്തപ്പോ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം 7-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നത് പോലെ ഉള്ളതായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ കാണുന്നത് പോലെ ഉള്ളൊരു കാഴ്ചയല്ല ഈ 7-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കാണുന്ന ഒരേ സിംഹാസനമാണെങ്കിലും വ്യത്യസ്തമായ നിലയിലാണ് അദ്ദേഹം കാണുന്നത്. അവിടെ കൃത്യമായിരിക്കും ഒരു ന്യായാസനം കാണാനായിട്ട് സാധിക്കുകയല്ലേ. കാര്യം ആ ന്യായാസനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ന്യായാസനം. കാര്യം എന്താ? ഈ 10 രാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുന്നു. അതുപോലെ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെ ന്യായം വിധിക്കുന്നു. അതിന്റെ ബേസിൽ കർത്താവ് അവരെ ജീവനോടെ പിടിച്ച് തന്റെ വരവിങ്കൽ ജീവനോടെ പിടിച്ച് അവരെ ഗന്ധവും തീയും കത്തുന്ന പൊയ്യയിലേക്ക് തള്ളിയിടുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വരവ്, തന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കുള്ളതായിരിക്കും അനുവാദം ലഭിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് ഉള്ളതായിരിക്കുന്ന രാജാവായിട്ട് തന്നെ അവരോധിക്കുന്നു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതായിരിക്കും ന്യായാസനം ആയതുകൊണ്ടാണ് ഈ ന്യായാസനത്തെ വളരെ പ്രത്യേകമായിട്ടാണ് ദാനിയേലിനെ കാണിച്ചു കൊടുക്കുന്നത്. ഒന്ന്, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതാണ്, കളങ്കരഹിതമായ നീതിയുക്തമായിരിക്കുന്ന നടപടിക്രമങ്ങളാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നു, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ. നമുക്കറിയാം, തലമുടി നിർമ്മലമായ വെളുത്ത തലമുടി എന്ന് പറയുന്നത് വിസ്ഡത്തിന്റെ ലക്ഷണമല്ലേ? എനിക്ക് തോന്നുന്നു, എനിക്ക് ആ കൂടുതൽ വിസ്ഡം തോന്നുന്നു. വിസ്ഡത്തിന്റെ ലക്ഷണമാണ് വെളുത്ത തലമുടി. വെളുത്ത തലമുടി ഉണ്ടെങ്കിൽ നരച്ച തല എന്ന് പറയുന്നത് കൂടുതൽ അറിവുണ്ടെന്നാണ് വെപ്പ്, അല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ, നിത്യനായവന്റെ പക്വമായ ആലോചന, തന്റെ തീരുമാനങ്ങൾ ഒരു പക്ഷവും ചേരാതെ എപ്പോഴും ശരിയും സത്യവുമായിരിക്കും. വാസ്തവത്തിൽ നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോ എനിക്ക് വളരെ അതിശയം തോന്നി. കാര്യം ഈവൻ നമ്മൾ ഓർത്തതുപോലെ കള്ളപ്രവാചകനും അന്തിക്രിസ്തുവിനും ആണെങ്കിൽ പോലും ദൈവം തമ്പുരാൻ ന്യായം വിധിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ്. എന്നെയും നിങ്ങളെയും അഥവാ ഏത് മനുഷ്യനെയും എങ്ങനെ ദൈവം നീതിയുക്തമായിട്ട് ന്യായം വിധിക്കുമോ അതേ നീതിയുക്തമായിട്ടാണ് ഈ ലോകത്തിലേക്ക് മോശമായ വ്യക്തിയാണെങ്കിലും അവരെ ന്യായം വിധിക്കുന്നത്. നമ്മുടെ ദൈവം നീതി ഉള്ളവനാണ്. നീതിയുക്തമായിട്ടേ തനിക്ക്
എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. ഇനി അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും എന്ന് നമ്മൾ വായിക്കും. അഗ്നിജ്വാലയും ഇംഗ്ലീഷിൽ നമ്മൾ ഹിസ് ത്രോൺ വാസ് ലൈക്ക് ദ ഫയറി ഫ്ലെയിം എന്നാ കാണുന്നത്. ലൈക്ക് എന്ന് കാണുന്നുണ്ട്. വാസ്തവത്തിൽ അരാമിക് ലാംഗ്വേജിൽ ലൈക്ക് എന്നൊരു വാക്കില്ല എന്ന് വായിക്കാനായിട്ട് ഇടയായി. മലയാളത്തിൽ വളരെ കൃത്യമാണ്. മലയാളത്തിൽ എഴുതിയേക്കുന്നത് അവിടെ സിംഹാസനം അഗ്നിജ്വാല എന്നാ രേഖപ്പെടുത്തുന്നത്. സിംഹാസനം അഗ്നിജ്വാല തന്നെയാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ. ഇംഗ്ലീഷില് വാസ് ലൈക്ക് ദ ഫയറി ഫ്ലെയിം, അഗ്നിജ്വാല പോലെ എന്ന. വാസ്തവത്തിൽ അത് കുറച്ചുകൂടെ കറക്റ്റ് അഗ്നിജ്വാല എന്ന് പറയുന്നത്. സിംഹാസനം അഗ്നിജ്വാല തന്നെയാണ്. പിന്നെ അവന് രഥചക്രങ്ങൾ കത്തുന്ന തീയും. അപ്പൊ രഥചക്രങ്ങൾ നമുക്കറിയാം കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ. തുടർമാനമായ ദൈവത്തിന്റെ കരുതലും ദുഷ്ടന്മാരെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊണ്ട് അത് നമുക്ക് വിടാം. ഇനി 10-ാം വാക്യത്തിൽ ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി എന്ന് കാണുന്നു. അഗ്നിനദി ദൈവിക നീതിയും ദുഷ്ടന്മാരുടെ മേലുള്ള നീതിയുക്തമായിരിക്കുന്ന ന്യായവിധിയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ എല്ലാത്തിലും നമുക്ക് ഈ തന്റെ ദർശനത്തിലൊക്കെ അഗ്നി കാണാനില്ലയോ. താൻ ഇരിക്കുന്നത് അഗ്നി കൊണ്ടുള്ളതായിരിക്കുന്ന ത്രോണിലാണ്. അതുപോലെ നമുക്ക് മുഴുവൻ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. വളരെ നീതിയുക്തമായിരിക്കുന്ന അഗ്നിയുടെ പ്രത്യേകത എന്താ? അതിലൂടെ പാസ് ചെയ്യുമ്പോ കുറെ കാര്യങ്ങൾ കത്തിപ്പോവും അല്ലേ കത്തിപ്പോവും. അപ്പം ഈ അഗ്നിയുടെ പ്രത്യേകത ഏതാ? അത് പ്യൂരിഫൈ ചെയ്യുന്നതാ. പൂർണ്ണമായിട്ട് അവസാനം പുറത്തു വരുന്നത് ഏറ്റവും കറക്റ്റുള്ള സാധനമേ പുറത്തു വരത്തുള്ളൂ. അതാണ് അഗ്നിയുടെ പ്രത്യേകത. അവിടെ നമ്മൾ കാണുന്നു 1000 പേർ അവന് ശുശ്രൂഷ ചെയ്ത. 1000 ഗുണം 1000 എന്ന് വെച്ചാല് 10 ലക്ഷം പേർ എന്ന്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ദൂതഗണങ്ങൾ അവനെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. ഇന്യൂമറബിൾ കമ്പനി ഓഫ് ഏഞ്ചൽസ് അവിടെ അവനെ ശുശ്രൂഷ ചെയ്യുന്നു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. 10,000 ഗുണം 10,000 എന്ന് വെച്ചാൽ കോടിക്കണക്കിന് പേര് അതിന് മുമ്പാകുന്നു. ഇതാരാണ് എന്ന് ചോദിച്ചാൽ അവരെ ന്യായം വിധിക്കാനായിട്ടല്ല നിൽക്കുന്നത്. ഈ വയോധികന്റെ മുമ്പാകെ നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ അവരെ വളരെ ഈഗറായിട്ട് നോക്കുക. കാര്യം ഈ ന്യായാസനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമുക്കും പ്രധാനമാണ്. എന്നാൽ അതിനെക്കാട്ടി പ്രധാനമാണ് ഈ പീഡനകാലത്തിൽ കൂടെ കടന്നുപോയ കുറെ മാർട്ടിയേഴ്സ് ഉണ്ടല്ലേ, അവർക്കത് വളരെ പ്രധാനമാണ്. അപ്പോ അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു വലിയ കമ്പനി. വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നത് ദൈവമക്കളാവാൻ സാധ്യതയുണ്ട് കൂട്ടത്തിൽ. അതിനെ കൂടെ തന്നെ ഇത് പീഡനകാലത്തിന് അവസാനമാണ്. അതുകൊണ്ട് വളരെ ഈഗറോടെ ഇത് നോക്കി നിൽക്കുന്നത് തങ്ങളെ പീഡിപ്പിച്ചതായിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും ഉള്ളതായിരിക്കുന്ന ശിക്ഷാവിധിയെ കുറിച്ച് നോക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും ഈ പീഡനകാലത്തിൽ കടന്നു വന്നതായിരിക്കുന്ന വിശുദ്ധന്മാർ. അപ്പം അവരും ആ കൂട്ടത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് 10,000 എന്ന് വെച്ചാൽ കോടിക്കണക്കിന് പേര് ഇതിനു മുമ്പ് ഇതിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ന്യായാസനത്തെ കുറിച്ച് കണ്ടാൽ വളരെ അഗ്നിമയമായിരിക്കുന്ന അഗ്നിയിൽ ഉള്ളതായ ഒരു സിംഹാസനം. ആ സിംഹാസനത്തിന്റെ മുകളിലിരിക്കുന്ന വ്യക്തികൾ 24 മൂപ്പന്മാർ അഥവാ ന്യായാസനങ്ങൾ ചുറ്റും ഇരിക്കുന്നുണ്ട്. അവരവിടെ നിൽക്കുക. ഒരു ന്യായാസനങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരും കൂടെ കൂടിയാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. വാസ്തവത്തിൽ ദൈവം താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, സംശയമില്ല. എങ്കിലും അവരും അവിടെയുണ്ട്. പിന്നെ അനേകായിരം ദൂതന്മാർ അവിടെയുണ്ട്. അതുപോലെ അതിനേക്കാൾ 100 ഇരട്ടി എന്ന് വെച്ചാൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരും അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ 10-ാം വാക്യത്തിൽ ന്യായവിസ്താര സഭ ഇരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അല്ലേ പുസ്തകങ്ങൾ തുറന്നു. അവിടെ നമ്മള് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ കാണുന്ന വെള്ളസിംഹാസനത്തിൽ നമുക്കറിയാം അവിടെ കടന്നു വരുന്നവരെല്ലാം തന്നെ രക്ഷിക്കപ്പെടാത്തവരാ. പക്ഷെ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിലും അവിടെ ജീവന്റെ പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളിൽ കാണിച്ച പ്രവൃത്തികൾക്കനുസരിച്ച് അവിടെ ന്യായവിധി നടക്കുന്നത് അല്ലേ. നമ്മൾ 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 20-ാം അധ്യായത്തിൽ വേണമെങ്കിൽ ആ വാക്യം നോക്കാം. 20-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. മരിച്ചോർ അപാലവൃത്ത സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പം ഈ 20-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ
അവിടെ ഏറ്റവും അവസാനം നടക്കുന്നതായിരിക്കും ന്യായവിധി. വെള്ളസിംഹാസനത്തിൽ വരുന്നവരെല്ലാം തന്നെ രക്ഷിക്കപ്പെടാത്തവരാ, ദൈവത്തെ മറുതലിച്ചവരാണ് അവിടെ വരുന്നത്. പക്ഷേ അവിടെയും നമ്മൾ ജീവന്റെ പുസ്തകം കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ആർക്കും സംശയമില്ല. ഞാനങ്ങനെ പറയാ, ഒരു മനുഷ്യന് സംശയമില്ല. എന്റെ പേര്, അയ്യോ ഞാൻ കാലങ്ങളോളം പിന്നെ ചർച്ചിൽ പോയിരുന്നു, പള്ളിയിൽ പോയിരുന്നു, പള്ളി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറെ പ്രസംഗിച്ചിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അന്ന് കൈപൊക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ അങ്ങനെ ആരും പറയത്തില്ല കേട്ടോ. പക്ഷെ ഞാനങ്ങ് ഒരു ഇമാജിനേറ്റീവായിട്ട് പറയാ, ജീവന്റെ പുസ്തകത്തിൽ നോക്കുമ്പോ കാണത്തില്ല. അവിടെ ശിക്ഷ വിധിക്കുന്നത് പക്ഷെ ഏതിനെ ബേസ് ചെയ്തിട്ടാ? പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാ. ഓരോരുത്തർക്കും പുസ്തകമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മൈൻഡിട്ട് കുത്തിക്കെട്ടിയ പുസ്തകമാണെന്ന് ഓർക്കും. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അങ്ങനെ കാണിച്ചു കൊടുത്തുള്ളേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഇനി 1,00,000 വർഷം കൂടി ഭൂമി ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് സയൻസ് ഒക്കെ അതിന്റെ ഏറ്റവും പരമാവധി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതി വന്നാൽ അതിനേക്കാൾ എത്രയോ ഉന്നതമാ ദൈവത്തിന്റെ സയൻസ് അല്ലേ? ദൈവത്തിന്റെ സയൻസ്, ദൈവത്തിന്റെ അവിടുത്തെ മെമ്മറി, അവിടുത്തെ പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അഡ്വാൻസ് ആണല്ലേ? നമുക്ക് ചിന്തിക്കാനൊന്നും സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അവിടെ ചെല്ലുമ്പോ ഓരോ മനുഷ്യനെ നമ്മള് ശ്വസിച്ചത് പോലും എന്ന് വേണേൽ പറയാം, നമ്മൾ ചിന്തിച്ചതും നമ്മൾ നോക്കിയതും നമ്മൾ കണ്ടതും നമ്മൾ ചെയ്തതും നമ്മൾ ചെയ്യാതിരുന്നതും നമ്മൾ വേണ്ടാന്ന് വെച്ചതും എല്ലാം, ഞാൻ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെ കുറിച്ചല്ല കേട്ടോ, മനുഷ്യനെ കുറിച്ചാ, വ്യക്തികളെ കുറിച്ച്, രക്ഷിക്കപ്പെടാത്തവർ സകലതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് നമ്മള് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളും അവനവൻ ചെയ്ത പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ് നമ്മെ ന്യായം വിധിക്കുന്നത് അല്ലേ? നമ്മെ ന്യായം വിധിക്കുക എങ്ങനെയാണോ? നമുക്ക് അതെവിടെയാ കാണുന്നത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അല്ലേ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? 2 കൊരിന്ത്യർ 5-ന്റെ 10. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും അതെ, നാം എല്ലാവരും ക്രിസ്തു ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും. നമ്മൾ വാസ്തവത്തിലുണ്ടല്ലോ വേർപാടുകാരി നല്ലതാകലും മാത്രമേ ചിന്തിക്കത്തുള്ളൂ, തീയതാകലും ചിന്തിക്കത്തില്ല. കാര്യം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ അറിയാമോ? വാസ്തവം കേട്ടോ, അതിന് തെറ്റൊന്നുമില്ല. സ്വർഗത്തിൽ ചെന്ന ശിക്ഷയില്ല നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അത് സത്യവുമാണ് കേട്ടോ. ശിക്ഷയില്ല എന്ന് പറഞ്ഞാല് നമ്മൾ നരകത്തിൽ പോകത്തില്ല എന്നുള്ള അതിന്റെ അർത്ഥം. നമ്മൾ ആരും നരകത്തിൽ പോകത്തില്ല, ശിക്ഷയില്ല അവിടെ എന്നത് വസ്തുതയാണ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ പഠിപ്പിച്ചത് പഠിക്കുന്നതും അങ്ങനെയാണ്. അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്താ അറിയാമോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും. നമ്മൾ അത്ര കൂളായിട്ട് പറഞ്ഞാലും നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ നല്ലത് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കാം, രക്ഷിക്കപ്പെട്ടവനാ, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, നല്ലതൊന്നും ചെയ്തില്ലെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മൾ കണ്ടല്ലോ അല്ലെ? നീതിയുക്തമായ ദൈവം തമ്പുരാൻ, ന്യായവിധി നീതിയുക്തമാന്ന് പറഞ്ഞാൽ ഈവൻ അന്തിക്രിസ്തുവിനെ പോലും നീതിയുക്തമായിട്ട് താൻ ന്യായം വിധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളെയോ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരർത്ഥത്തിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയൊക്കെയാ പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ നടുങ്ങേണ്ട ഒരു വിഷയം കേട്ടോ. ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അവനും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണം പ്രാപിക്കും എന്നേ ഉള്ളായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ? നല്ലതാകലും തീയതാകലും. നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ, നമ്മൾ വളരെ സൂക്ഷിക്കണം. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ, ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് സമയമുണ്ട്, നമുക്ക് അതിന് താല്പര്യമുണ്ട്, ശുഷ്കാന്തിയുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ടല്ലേ? പക്ഷെ ദൈവിക കാര്യങ്ങൾ വരുമ്പോ എന്താ? ഒരാരോഗ്യമില്ല. ഒരു കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് ഉറങ്ങാൻ ഒത്തില്ലുണ്ട്, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തോത്രം ചെയ്യാനും കഴിയത്തില്ല, ഒരു കാര്യവും നടക്കത്തില്ല, എല്ലാത്തിനും നമുക്ക് പ്രയാസമാ. അപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഉണ്ടല്ലോ, നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാലും, ചെയ്തത് തെറ്റായി പോയാലോ സാധാരണഗതി ശിക്ഷ ഉണ്ടാകുന്ന അങ്ങനെയാ അല്ലേ? ഇവിടുത്തെ ഇന്ത്യൻ എന്തോ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വേരിയേഷൻ ഉണ്ടാകും. ബോബൻ ബ്രദറിന്റെ അഭിപ്രായത്തിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ, ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല. ഞാൻ അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ക്രിസ്തു ന്യായാസനത്തിന് മുമ്പാകെ നമുക്ക് ശിക്ഷാവിധിയില്ല, നമ്മൾ നരകത്തിൽ ആരും പോകത്തില്ല, എല്ലാവരും സ്വർഗത്തിൽ തന്നെ പോകും. പക്ഷെ ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ
ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ ആത്മീയമായി വളരെ ജഡികമായിരിക്കുന്ന രീതി, പൊരുന്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ജഡികമായ രീതിയിലാണ് താൻ ജീവിക്കുന്നതെങ്കിൽ ദൈവം പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ന്യായാസനം നിൽക്കുമ്പോൾ അവനൊരു ശരീരത്തിലേക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിനെ അറിയത്തുള്ളൂ, നമ്മൾ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോകും എന്നുള്ളത് വസ്തുതയാണ്, അതിനെ ആരും എതിർക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണ് ദൈവം താൻ ന്യായം വിധിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവകാര്യങ്ങളിൽ നമ്മള് നെഗറ്റീവായിട്ട്, ഡോൺ മൈൻഡ് ആയിട്ട്, സാരമില്ല എന്ന് വിചാരിച്ച് ഒക്കെ നമ്മൾ പെരുമാറിയാൽ ദൈവം തമ്പുരാൻ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അത് യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം നമ്മള് മറന്നു പോകരുത്. നമ്മൾ എന്തോ ഇമിഗ്രേഷൻ, അത് ശരിയാ, വായിച്ചാൻ പറഞ്ഞ പോയിന്റ് 100% ശരിയാ. കാര്യം നമുക്ക് പാസ്പോർട്ട് ഉണ്ട്, ടിക്കറ്റും ഉണ്ട്, അവിടെ ഇറങ്ങും എന്നുള്ള കാര്യം ശരിയാ, അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യം അമേരിക്കയിൽ പോയി ഇറങ്ങി, പക്ഷെ അവിടെ ജീവിക്കാൻ ഒട്ടും പൈസ ഇല്ല, അവിടെ എങ്ങനെയാ ജീവിക്കുന്നുള്ളത് ദൈവം നമ്മൾ ആലോചിച്ചാൽ മതി. സ്വർഗത്തിൽ ചെന്ന് ഇറങ്ങും, പക്ഷേ സ്വർഗത്തിൽ ചെന്നത് കൊണ്ട് മാത്രം നമ്മൾ വാസ്തവത്തിൽ വളരെ ലൈറ്റായിട്ടാണ് ചിന്തിക്കുന്നത് കേട്ടോ. ഞാൻ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോ വളരെയധികം എന്നെ ഭയപ്പെടുത്തി വാസ്തവത്തിൽ. കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല. നമ്മൾ പോയി ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ നിൽക്കണം, നമ്മൾ എത്ര പേര് എഴുന്നേറ്റ് നിൽക്കും എന്നുള്ളത്, നിൽക്കുമ്പോൾ കാല് മുട്ടും വെട്ടാതെ നിൽക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാന്റെ മുമ്പിൽ പോയി നമ്മൾ നിന്നാൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയും? നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അന്ന് നമ്മൾ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചെയ്തോണം. ദൈവത്തെ നമ്മള് സാരമില്ല, നമ്മുടെ ഈ എക്സ്ക്യൂസ് ഒക്കെ ദൈവം തമ്പുരാൻ അറിയാൻ കേട്ടോ. ഇന്നലെ നമ്മൾ എന്താ ചെയ്തത്, ഇന്നലെ ഞാൻ എത്ര സമയം എന്തെല്ലാം ചെയ്തു, എനിക്ക് എന്തുകൊണ്ട് ഇന്നത് സാധിച്ചില്ല, എനിക്ക് സമയം കിട്ടിയില്ല സഹോദര എന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിന് എല്ലാ കാര്യങ്ങളും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി നമ്മുടെ സമയം പോകുന്നുണ്ട്, ഞാൻ ആ വിഷയം വിടുക. പക്ഷേ അത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ നമ്മൾ 10-ാം അധ്യായത്തിൽ ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. പക്ഷെ ഒരു പ്രത്യേകത, ഇവിടെ ജീവന്റെ പുസ്തകം ഇല്ലെന്നുള്ളതാണ്. 7-ാം അധ്യായത്തിൽ ജീവന്റെ പുസ്തകം ഇല്ല. അതിന്റെ ആവശ്യമില്ല. കാര്യം അവിടെയുള്ളതായ 2 വ്യക്തികൾ ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജീവന്റെ പുസ്തകം നമ്മൾ കാണുന്നില്ല. പക്ഷെ പുസ്തകങ്ങൾ തുറന്നു എന്ന് വെച്ചാൽ ഈ 2 പേരുടെയും, അന്തിക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും എന്തേ ടൈം എടുക്കുന്നു. ഇല്ല, എടുക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നത് സെക്കൻഡ്സ് കൊണ്ട് കാര്യം തീരുമാനിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കും. കാര്യം 7 വർഷത്തിനോടേക്ക് അല്ല, കുറെ നാൾക്ക് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളുകളേ ഉള്ളൂ. നമ്മൾ എളുപ്പമായിരിക്കും കാര്യം. നമ്മളും പിന്നെ അത് ഈ വെള്ളസിംഹാസനത്തിൽ ലക്ഷക്കോടിക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, അവരുടേത് എടുക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യും. ഇപ്പൊ അങ്ങനെ ചെയ്യാലോ അല്ലേ? ഒറ്റയടിക്ക് ഒരാൾക്ക് എടുക്കുന്ന സമയം മതി, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ചെയ്യാലോ, ചെലിപ്പതി പോലെ. അതിപ്പോ ദൈവം തമ്പുരാൻ എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോട്, എന്റെ പ്രിയ സഹോദരി ഞാൻ പറയട്ടെ, നമ്മൾ വളരെ ആ വിഷയം നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമ്മൾ അതിനെ വളരെ ലാഘവമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഒരു ലോകത്തിലുള്ളതായ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ പോയി നിൽക്കാൻ ധൈര്യമില്ലെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു അധികാരിയുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാത്ത സാധാരണ ജനങ്ങൾ എങ്ങനെ ഈ ഇതുപോലെയൊക്കെ ഉള്ളതായിരിക്കുന്ന വലിയ സിംഹാസനവും വലിയ 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 കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഒക്കെ മുമ്പിൽ പോയി നിന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്ത് നേടാൻ കഴിയും? നമ്മൾ സൂക്ഷിച്ചോണം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ കുറഞ്ഞ പക്ഷം ധൈര്യത്തോടെങ്കിലും നമുക്ക് അവിടെ നിൽക്കാനായിട്ട്, ധൈര്യമൊന്നും കാണത്തില്ല, എന്നാലും അവിടെ നിൽക്കാനുള്ളെങ്കിലുമല്ല ഒരു സാധ്യത നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇനിയും നമ്മൾ ഓർത്തല്ലോ അല്ലെ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന പുസ്തകങ്ങളും ഇവിടെ കാണുന്ന പുസ്തകങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ 11-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു വയോധികന്റെ സിംഹാസനം സ്വർഗത്തിലാണ്. 11-ാം വാക്യത്തിൽ അല്പസമയത്തേക്ക് തന്റെ വ്യൂ ഭൂമിയിലേക്ക് വരും. വാസ്തവത്തിൽ 12-ാം വാക്യം കഴിഞ്ഞിട്ട് വേണമായിരുന്നു 11-ാം വാക്യം രേഖപ്പെടുത്താനായിട്ട്.
രണ്ടും ഒരുപോലെ ഒരുമിച്ചുള്ളതാണ്. പക്ഷെ 12-ാം വാക്യമായിരുന്നു വാസ്തവത്തിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. 11-ാം വാക്യത്തിൽ കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ മൃഗം എന്ന് പറയുന്നത് ഈ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. ഈ ഭാഗത്ത് മൃഗം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ മൃഗം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ മൃഗം എന്ന് പറയുന്ന അന്തിക്രിസ്തുവിനെയാണ്. 13-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ അവിടെ മൃഗം എന്ന് പറയുന്ന അന്തിക്രിസ്തുവിനെയാണ്. വാസ്തവത്തിൽ പീഡനകാലത്തിന്റെ മധ്യത്തിൽ അന്തിക്രിസ്തുവിന്റെ പേര് മൃഗം എന്നാക്കും. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ നമ്മൾ പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തുവിനെ കാണുന്ന മൃഗം എന്ന് വിളിച്ചുകൊണ്ടാണ്. മൃഗം എന്ന് 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ മൃഗത്തെയും കള്ളപ്രവാചകനെയും ജീവനോടെ തള്ളിക്കളഞ്ഞു എന്നാ കാണുന്നത്. അപ്പം വാസ്തവത്തിൽ അന്തിക്രിസ്തുവിന്റെ പേര് ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തോടു കൂടി എന്ന് വെച്ചാൽ പീഡനകാലത്തിന്റെ മധ്യത്തോടു കൂടി അന്തിക്രിസ്തുവിന്റെ പേര് മൃഗം എന്ന് തന്നെയാകും. പക്ഷെ 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലൂടെ കാണുന്നതായിരിക്കും മൃഗം. അത് റോമൻ സാമ്രാജ്യത്തിനുള്ളതായിരിക്കുന്ന റോമൻ ഭരണക്രമത്തോടുള്ളതായിരിക്കുന്ന ന്യായവിധിയ. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം ആണ് ഈ ലോക വ്യവസ്ഥിതിയുടെ ന്യായവിധി. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അവിടെയും മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 17-ാം അധ്യായത്തിന് മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് മതസംഹിതയുടെ ദൈവമില്ലാത്ത മതത്തിന്റെ ന്യായവിധിയാണ് 17-ാം അധ്യായത്തിൽ. അത് പീഡനകാലത്തിന്റെ മധ്യത്തിൽ സംഭവിക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് പീഡനകാലത്തിന്റെ മധ്യത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പീഡനകാലത്തിന്റെ മധ്യത്തിലാണ് മ്ലേച്ഛത അഥവാ ഈ അന്തിക്രിസ്തുവിനെ ദൈവമായിട്ട് അവരോധിക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്കറിയാം ഒരു മതത്തിന്റെ ആവശ്യം അന്തിക്രിസ്തുവിനില്ല. അതുവരെ ഈ മതത്തിന്റെ പുറത്തായിരുന്നു ഇവൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഈ മതത്തിന്റെ ആവശ്യമില്ല. അവനും അതുപോലെ തന്നെ ഈ മറ്റ് 10 കൊമ്പുകൾ കൂടെ ചേർന്ന് ഈ മതത്തെ നശിപ്പിച്ചു കളയും. മറ്റ് രാഷ്ട്രങ്ങളോട് ചേർന്ന് മതത്തെ നശിപ്പിച്ചു കളയും. അത് 17-ാം അധ്യായത്തിൽ. 18-ാം അധ്യായം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് പീഡനകാലത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്നത്. രണ്ടും ഒരുമിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും ബാബിലോൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വന്നാലും ഇത് രണ്ടും പീഡനകാലത്ത് രണ്ട് സമയത്ത് സംഭവിക്കുന്നതാണ്. 18-ാം അധ്യായത്തിൽ സംഭവിക്കുന്നത് ഈ ലോക വ്യവസ്ഥിതിയുള്ളതായിരിക്കുന്ന ന്യായവിധിയാണ്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നു, അവിടെ നമ്മളറിയാം കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം. കൊമ്പിന് അറിയത്തില്ലായിരുന്നു വെച്ചാൽ ഈ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ സ്വർഗത്തിൽ നടന്ന ന്യായവിധിയെ കുറിച്ച് തനിക്ക് നല്ല നിശ്ചയമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാണത്തില്ല. കാര്യം അദ്ദേഹം ഭൂമിയിലാണല്ലോ, അന്തിക്രിസ്തു ഭൂമിയിലാണല്ലോ. അപ്പോഴും വമ്പ് പറയുന്നുണ്ടായിരുന്നു അവിടെ മൃഗത്തെ അവിടെ കൊന്ന് നശിപ്പിച്ചു എന്ന് വെച്ചാൽ വാസ്തവത്തിൽ 12-ാം വാക്യത്തോടുകൂടി ഈ ലോക വ്യവസ്ഥിതി മുഴുവനായിട്ട് തീർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് വാസ്തവത്തിൽ നമ്മൾ 13-ാം വാക്യത്തിലൊക്കെ കാണുന്നത് പുതിയ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായിട്ട് തന്റെ മഹത്വ പ്രത്യക്ഷതയാണ് നമ്മൾ 13-ാം വാക്യം മുതൽ കാണുന്നത്. 12-ാം വാക്യം വാസ്തവത്തിൽ നമുക്ക് 12-ാം വാക്യം അവിടെ മറ്റു മൃഗങ്ങളുടെ സാമ്രാജ്യത്തിന് അഥവാ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു എങ്കിലും അതിന്റെ സ്വഭാവ പ്രതിഫലനം പിന്നെയും അവസാനം വരെ ഉണ്ടാവും. അതായത് 12-ാം വാക്യം കഴിഞ്ഞിട്ട് വേണം 11-ാം വാക്യം എഴുതാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം നെബൂഖദ്നേസറിന്റെ ആ സ്വപ്നത്തിൽ ആ ബിംബം അവിടെ നിൽക്കുമ്പോഴും നമുക്കറിയാം ഓരോ സാമ്രാജ്യങ്ങൾ അവസാനിച്ചു. പക്ഷേ അവസാനിച്ചെങ്കിലും അതിന്റെ പ്രതിഫലനം ഉണ്ടല്ലേ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അവിടെ അന്തിക്രിസ്തുവിന്റെ ഭരണക്രമത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാം, അവിടെ പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതുപോലെ കാൽ പോലെ, തന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഈ 3 രാഷ്ട്രങ്ങളെയും 3 സാമ്രാജ്യങ്ങളുടെയും പ്രതിഫലനം കാണാനായിട്ട് സാധിക്കും. ഇന്നും ഈ 3 സാമ്രാജ്യങ്ങളുടെയും പ്രതിഫലനമുണ്ട്. ഇതെല്ലാം നമുക്ക് ഇന്നും കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന്റെ എല്ലാം ആധിപത്യത്തിന് അവസാനം വരുന്ന എപ്പോഴാണ്? ഇതെല്ലാം പൂർണ്ണമായിട്ട് ആധിപത്യത്തിന് അവസാനം വരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. കർത്താവായ യേശുക്രിസ്തു മഹത്വ പ്രത്യക്ഷത നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച ചോദിച്ചു, കർത്താവ് വരുമ്പോൾ ഏതാ റൂൾ എന്ന് ചോദിച്ചു. ഓട്ടോക്രസിയാന്ന് പറഞ്ഞു.
തിയോക്രസി എന്നും പറഞ്ഞു. തിയോക്രസി ആക്ച്വലി ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ദൈവത്തിന്റെ എല്ലാ ഭരണക്രമത്തെയും തിയോക്രസി എന്ന് പറയുക. ദൈവം കർത്താവ് താൻ തന്നെ ഭരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓട്ടോക്രസി എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം താൻ തന്നെ ഭരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനു മുമ്പുള്ളതായിരിക്കുന്ന ഈ 4 ഭരണക്രമങ്ങളും, അതായത് ഓട്ടോക്രസി ആയാലും കൊള്ളാം, ബ്യൂറോക്രസി ആയാലും കൊള്ളാം, മിലിറ്ററി ആയാലും കൊള്ളാം, ഡെമോക്രസി ആയാലും കൊള്ളാം, ഇത് കംപ്ലീറ്റ് മാറും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണക്രമം എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവും നമുക്കിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിരിക്കുന്ന ഒരു ഭരണക്രമം, നീതിയുക്തമായിരിക്കുന്ന ഭരണക്രമമായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണക്രമം. 12ാം വാക്യത്തോടുകൂടി നമുക്കറിയാം ഈ ഗവൺമെന്റ് സിസ്റ്റം മുഴുവൻ അത് അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് സമയം കിട്ടിയത് 3ാമത്തെ ദർശനത്തെ കുറിച്ച് പഠിക്കാനായിട്ടാണ് നമുക്ക് സമയം കിട്ടിയത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചിന്തയായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന വിഷയം, ദൈവം ന്യായം വിധിക്കുന്നവനാണ്. ദൈവത്തിന്റെ കണ്ണിലൂടെ ദൈവം ആരെയാണെങ്കിലും, വിശ്വാസികളെ അവിശ്വാസികളെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അവൻ ചെയ്ത എത്ര വലിയ തെറ്റാണെങ്കിലും ആ തെറ്റ് അവനെ ഈവൻ കള്ളപ്രവാചകരെയും അന്തിക്രിസ്തുവിനെ ആണെങ്കിൽ പോലും അതുപോലും തന്റെ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട്, എന്ന് വെച്ചാൽ തന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച. അതോടൊപ്പം നമ്മൾ ചിന്തിച്ചു 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10ാം വാക്യം നമുക്ക് എല്ലാം അറിയാവുന്ന വാക്യമാണ്. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും. അത് നമ്മൾ ഓർത്തോണം കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ഒന്നുമല്ല ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണെന്ന്, പക്ഷെ അത്ര സിമ്പിൾ ഒന്നും ആയിരിക്കത്തില്ല. അത് ആ ന്യായാസനം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മൾ ചെന്ന് നിന്നാൽ അതിനെക്കുറിച്ച് അത് എങ്ങനെയാ അത് ഇരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അത് കർത്താവിന്റെ മഹത്വത്തിനനുസരിച്ച് അത് കാണത്തുള്ളൂ, അല്ലേ? കർത്താവിന്റെ മഹത്വത്തിനനുസരിച്ചായിരിക്കുമല്ലോ അത്. നമ്മൾ വിചാരിക്കുന്ന ഒരു കസേരയൊക്കെ ഇട്ടുന്നല്ല കർത്താവ് ഇരിക്കുന്നത്. അവന്റെ മഹത്വത്തോട് 1000 ലക്ഷം കോടിക്കണക്കിന് ദൂതന്മാരാൽ പരിചരിക്കപ്പെട്ട് ഒക്കെ ഇരിക്കുന്നതായിരിക്കുന്ന ആ സദസ്സിൽ നിങ്ങളും ഞാനും ചെന്ന് നിൽക്കുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കാണണം കൊടുക്കാനായിട്ട്. നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് ആത്മീയ കാര്യങ്ങളെ എന്നുള്ളത് നമ്മൾ വളരെയധികം ഓർത്തിരിക്കണം. അങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിച്ചാൽ അത് ദൈവസന്നിധിയിൽ ദൈവം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. അത് നമ്മൾ ആ വാക്യം ഓർത്തിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ പഠന മുഖാന്തരം നമ്മളെ തന്നെ ഒന്നുകൂടെ പരിശോധിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും എന്താണ് എന്നുള്ളതല്ലാതെ എന്നെ കൊണ്ട് കഴിയുന്ന എന്താ അത് നമുക്ക് ചെയ്യാൻ കഴിയണം. കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയണം. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവിടെ പാലാരിവട്ടത്ത് ഒരു 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 പ്രോഗ്രാം നടത്തിയല്ലോ, അല്ലേ? നമ്മളവിടെ പോയി നിന്നാ മതി. നമ്മളെ കൊണ്ട് കഴിയുന്ന അതേ ഉള്ളൂ. നമുക്ക് പ്രസംഗിക്കാൻ കഴിയത്തൊന്നുമില്ല, പാട്ടുപാടാനും കഴിയത്തില്ല. പാട്ടുപാടുന്നവർ പാട്ട് പാടട്ട്, പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കട്ടെ, അവിടെ ചെന്ന് നിന്നാൽ മതി. ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റി അത് മതി. പക്ഷേ അതിന് എനിക്ക് സമയം കിട്ടിയില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ അംഗീകാരമാകുമോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, കഴിഞ്ഞ ആഴ്ച നടന്നതായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, ദൈവിക കാര്യങ്ങളിൽ നമുക്ക് എക്സ്ക്യൂസ് നമ്മൾ പറയുമ്പോൾ അത് ദൈവസന്നിധിയിൽ അംഗീകാരമാകുമോ എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.